കൊല്ലം കുണ്ട്ര പടപ്പക്കരയിൽ നിന്നും വരുന്ന ഒരു ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. പടപ്പക്കര സ്വദേശിയായ പുഷ്പലതയെ മകന്റെ മർദ്ദനത്തിൽ മരണപ്പെട്ട ഒരു വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. വളരെ വിഷമകരവും ദുഃഖകരമായ ഒരു വാർത്തയാണ്. മകന്റെ മർദ്ദനത്തിൽ സ്വന്തം അമ്മ മരണപ്പെട്ടതായിട്ട് ആണ് വാർത്ത ചെയ്യാനുള്ളത്. നമുക്ക് പുഷ്പലത ഇവിടെ അച്ഛനും ആന്റണിക്കും ഇതേപോലെ പരിക്ക് പറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഉള്ളത്. വെന്റിലേറ്ററിലാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. പുഷ്പലതയുടെ അതേ കണക്ക് മകൻ അഖിലിന്റെ സഹോദരി പഞ്ചാബിലാണ് പഠിക്കുന്നത്. ആ പഞ്ചാബിൽ നിന്നും ആ അമ്മയെ നിരന്തരം ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്ന സമയത്ത് തൊട്ടടുത്ത അയൽവാസികളുടെ അടുത്ത് പറയുകയും ബന്ധുക്കാരുടെ അടുത്ത് പറയുകയൊക്കെ ചെയ്ത് അവര് വന്ന് വീട് തുറന്നു നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റ് മരണപ്പെട്ടായിട്ട് കണ്ടത്. തലയ്ക്ക് ക്ഷതമേറ്റ രീതിയിലാണ് ആന്റണി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. അതേപോലെ പുഷ്പലതയ്ക്കും അതേ കണക്ക് മർദ്ദനമേറ്റ് അടുത്ത് തലയണ കിടപ്പുണ്ട്. കമ്പി വടിക്ക് അടികിട്ടി അത്തരത്തിൽ മർദ്ദിച്ച് മരണപ്പെട്ടതായിട്ടാണ് ഈ പോലീസുകാരുടെ നിഗമനം. അതേപോലെ തന്നെ നമ്മുടെ സമീപവാസികളും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ പറയുന്നത് ഈ അഖിൽ എന്ന് പറയുന്ന മകൻ ഈ മയക്കുമരുന്നിനോ മദ്യത്തിനോ ഒക്കെ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ് അവിടുന്ന് ആ പ്രദേശവാസികൾ പറയുന്നത്. നിരന്തരം വീട്ടിൽ മാതാവും ഒക്കെ ആയിട്ട് നിരന്തരം ശല്യത്തിലും വഴക്കിലും ഏർപ്പെടുകയും ഇവന്റെ ശല്യം സഹിക്കവയ്യാതെ ഇത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പോലീസുകാർ വന്ന് ഇവിടെ വീട്ടുകളിൽ വന്ന് താക്കീത് കൊടുത്തിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഉണ്ടായി. എന്തുകൊണ്ട് ഇവർക്ക് ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല? ഈ മകൻ അക്രമത്തിലേക്ക് പോകുമെന്നോ ഈ അക്രമകാരി ഇതേനൊരു സ്വന്തം മാതാവിനെ തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇവൻ പുറപ്പെടുമോ എന്ന് ഇവർക്ക് എന്താണ് ഈ പോലീസ് സന്നാഹങ്ങൾക്കൊന്നും മനസ്സിലാക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയത്തില്ല. എങ്കിലും ഒരു മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പടപ്പക്കര ഒരു ഇതണക്ക് ഒരു പ്രദേശമാണ്. ഒരു പേരുകേട്ട മുൻകാലങ്ങളിലൊക്കെ അവിടെ അക്രമങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് അത്തരത്തിൽ അക്രമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. എന്നാലും സ്വന്തം മകന്റെ മർദ്ദനമേറ്റ് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമകരമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മുടെ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളമായാലും ഏത് ലഹരിക്കടിമേലും സ്വന്തം മാതാവിനെ തിരിച്ചറിയാൻ പറ്റാതെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് സ്വന്തം മുലപ്പാലൂട്ടി വളർത്തി സ്വന്തം മകന്റെ കയ്യിൽ നിന്നും അമ്മ മരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകവും വിഷമകരവുമായ ഒരു ഏത് ലഹരിക്കടിമപ്പെട്ടാലും ഇത്തരത്തിൽ വരുന്ന ഇത്തരത്തിൽ നിഗമനം അഖിൽ ഇപ്പോൾ അവിടെ കാണാനില്ല. പരിസരവാസി അവിടെ സ്വിച്ച് ഓഫ് ആണ്. നമ്മുടെ ഈ പോലീസുകാരുടെയും സമീപവാസികളുടെയും നിഗമനമാണ് അഖിലാണ് മർദ്ദിച്ച് മകന്റെ മർദ്ദനമേറ്റാണ് മരണപ്പെട്ടതായിട്ടാണ്. അതിൻ്റെ ഇനിയും വരും നിമിഷങ്ങളിലെ അതിൻ്റെ കാര്യങ്ങൾ എന്താണ് സത്യാവസ്ഥ പുറത്തു വരും. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വസ്തു സംബന്ധമായിട്ട് കുറച്ച് പൈസ ഇടപാടുകളുമായിട്ട് പുഷ്പലതയുടെ കൈവശം വരികയും ഏതാണ്ട് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് മകൻ നിരന്തരം വീട്ടിൽ വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാലും ഒരു പൈസയ്ക്ക് ആവശ്യമായിട്ട് മാതാവിനെ മർദ്ദിക്കാൻ തോന്നുന്ന, കൈ ഉയർത്തി മർദ്ദിക്കാൻ തോന്നുന്ന ഇത്തരത്തിൽ അഖിൽകുമാർമാരെ എങ്ങനെ നമ്മുടെ നാട്ടിൽ വളരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സഹോദരി പഞ്ചാബിൽ നിന്ന് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത്തരം ഒരു ദാരുണമായ സംഭവം പുറം ലോകം അറിയാൻ കഴിഞ്ഞത്. വളരെ വിഷമകരമായ ഒരു സംഭവമായി പോയി. അവനെ ഈ അഖിൽകുമാറിനെ ഡി അഡിക്ഷൻ സെന്ററിലും ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നവനെ അത്തരം രീതിയിൽ കൊണ്ടുപോവുകയും മാതാവ് ഇതിനെതിരെ പരാതി കൊടുത്തിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് എത്തരത്തിലാണ് അവരെ വീഴ്ച ഉണ്ടായത്, എന്താണ് ശ്രദ്ധിക്കാഞ്ഞത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. നമ്മുടെ പോലീസ് സംവിധാനം അത്രയും തിരക്കാണോ? അവർക്ക് ഇത്തരത്തിൽ ആ പ്രദേശത്ത് അവരുടെ പോലീസിന്റെ ചുറ്റളവിൽ വരുന്ന അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്വന്തം മാതാവ് വന്ന് പരാതി കൊടുക്കുമ്പോൾ ആ പരാതിക്ക് എന്താണ് കഴമ്പുണ്ടോയെന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല. അതോ അവരെ എല്ലാവരെയും പറഞ്ഞ് ശരി പോയിട്ട് വാ എന്ന് പറഞ്ഞുള്ള രീതിയിൽ വളരെ ഉദാസീനമായിട്ട് വിട്ടതിൻ്റെ ഫലമായിട്ടാണോ പുഷ്പലതയ്ക്ക് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിരിക്കുന്നത്? മകനാണെങ്കിൽ പോലും ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ വളരെ വേദനാജനകവും ദുഃഖിപ്പിക്കുന്നതുമാണ്. എന്തായാലും പടപ്പക്കര സ്വദേശി പുഷ്പലത ഈ മരണപ്പെട്ടത് നാടിനെ നടുക്കിയ ഒരു സംഭവമാണ്. കുണ്ട്ര പടപ്പക്കരയായിട്ട് കൊല്ലം ജില്ലയിലെ കുണ്ട്ര പടപ്പക്കര സ്വദേശിയാണ്. എന്തായാലും വളരെ വിഷമകരവും ദുഃഖകരവുമായ വാർത്തയാണ്. അതും മകനിൽ നിന്നുണ്ടായ ഈ മരണമാണെങ്കിൽ വളരെ വേദനാജനകവും നാടിനെ നടുക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്.